ഹലോ ഗൈസ്, നിങ്ങളൊരു വീഡിയോ ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുത്തതിന് ശേഷം ക്ലാരിറ്റി ഇല്ലാതെ വിഷമിച്ചിരിക്കുകയാണോ? നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. ഈ രണ്ട് ആപ്ലിക്കേഷൻ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ആൻഡ്രോയിഡിലും ആപ്പിളിലും അവൈലബിൾ ആണ്. അപ്പോൾ ഗൈസ്, ആദ്യം തന്നെ നമുക്ക് ആപ്പിൾ സ്റ്റോറും പ്ലേ സ്റ്റോറും ഓപ്പൺ ചെയ്യാം. ഓക്കെ, ആൻഡ്രോയിഡും ആപ്പിളും ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് VN എന്ന് ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്ക് VN ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഓൾറെഡി ഞാൻ ആപ്പിൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്തതിന് അപ്പോൾ ഗൈസ്, VN ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം അവിടെ കാണുന്ന പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ന്യൂ പ്രൊജക്റ്റ് കാണാം. ന്യൂ പ്രൊജക്റ്റിനകത്ത് സേവ് ചെയ്ത് നമ്മളധികം ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് ഏത് വീഡിയോ ആണ് എഡിറ്റ് ചെയ്യേണ്ടത് ആ വീഡിയോ നമുക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഒരു എക്സാമ്പിളിനൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നൊരു ജസ്റ്റ് ഒരു നോർമൽ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഡിറ്റ് ചെയ്യാൻ നോക്കാം. ജസ്റ്റ് വീഡിയോ വെച്ച് ക്ലിക്ക് ചെയ്യുമ്പോൾ ഫിൽറ്റർ എന്നുള്ള ഓപ്ഷൻ കാണാം. ഫിൽറ്ററിൽ ഞാനിവിടെ ഒറിജിനൽ ഫിൽറ്ററാണ് എടുത്തേക്കുന്നത്. അതിൽ അഡ്ജസ്റ്റിൽ എക്സ്പോഷർ, കോൺട്രാസ്റ്റ്, ബ്രൈറ്റ്നസ്, സാച്ചുറേഷൻ, വൈബ്രൻസ്, ടെമ്പറേച്ചർ നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടാം. ആ വീഡിയോയിൽ നമുക്ക് എന്തായാലും കാണാൻ പറ്റും. മുകളിൽ കൂടെ എന്തായാലും മുകളിൽ കാണാൻ പറ്റും. അപ്പോൾ അത് കൂട്ടിയതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും പഴയ വീഡിയോയും പുതിയ വീഡിയോയും. അതിനുശേഷം സേവ് ടു ഗാലറി കൊടുത്താൽ മാത്രം മതി. അതുമാത്രമല്ല, കൂടുതൽ ഓപ്ഷൻ ഈ ആപ്ലിക്കേഷനിലുണ്ട്. അപ്പോൾ ഗൈസ്, നിങ്ങൾ ആഫ്റ്റർ എഡിറ്റിങ്ങിന് ശേഷമുള്ള വീഡിയോ ആണ് കണ്ടത്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ തികച്ചും ഫ്രീ ആണ്. അതുമാത്രമല്ല, ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. സ്ലോ മോഷൻ ചെയ്യാം, അതുപോലെ ഒരുപാട് എഫക്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്കിനി ഫോട്ടോ എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫോട്ടോ എഡിറ്റിങ്ങിനായിട്ട് നമുക്ക് ആപ്പ് സ്റ്റോർ തുറക്കാം. ഓക്കെ, ആപ്പ് സ്റ്റോറിലും ആൻഡ്രോയിഡിലും അവൈലബിൾ ആണ്. അതിനുശേഷം നമുക്ക് സെർച്ച് ചെയ്യാം. ലൈറ്റ് റൂം എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. ഈ ലൈറ്റ് റൂം നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് നേരെ ഗാലറിയിലോട്ട് വരുന്നു. ഗാലറിയിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പിക്ചർ എടുക്കുക. ഞാനൊരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. അതിനുശേഷം താഴെ ഓട്ടോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ലൈറ്റും കളറിങ്ങും ബ്ലറും എഫക്റ്റും എല്ലാം അതിലുണ്ട്. ഓക്കെ, അതെല്ലാം ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഇഷ്ടത്തിന്, ഓക്കെ, നിങ്ങൾക്ക് ഒരു ഫോട്ടോ കാണുമ്പോൾ മനസ്സിലാവും എന്തായാലും. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവാനാണ് ഞാൻ സൂം ചെയ്ത് കാണിക്കുന്നത്. ഓക്കെ, അത് നിങ്ങളുടെ ഇഷ്ടത്തിന് മാറ്റിയതിന് ശേഷം ജസ്റ്റ് സേവ് കൊടുത്താൽ മാത്രം മതി. അപ്പം ജസ്റ്റ് സേവ് ടു കോപ്പി കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഗാലറിയിലേക്ക് ഫോട്ടോ വരും. നമ്മൾ നേരെ ഗാലറി ഓപ്പൺ ചെയ്യുന്നു. ഗാലറി ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ നോർമൽ ഫോട്ടോയും നമ്മുടെ എഡിറ്റ് ചെയ്ത ഫോട്ടോയും കാണാം. ഓക്കെ, ഇത് എഡിറ്റ് ചെയ്ത ഫോട്ടോ, ഇത് നോർമൽ ഫോട്ടോ. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ രണ്ട് ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് നോക്കുക. ആദ്യം യൂസ് ചെയ്യുമ്പോൾ എന്തായാലും ഒരു പിടുത്തവും കിട്ടത്തില്ല. അപ്പോൾ ജസ്റ്റ് നോക്കി ചെയ്യുമ്പോഴത്തേക്ക് എന്തായാലും കിട്ടും. ഓക്കെ.